കയ്യിലെ പടം ഇതാ അത് ഇതുപോലത്തെ കേസൊന്നും അല്ല. എനിക്ക് ഈ കൊപ്രയുടെ പരിപാടിയാ. ഈ കൊപ്ര കച്ചവടം എന്ന് പറയുമ്പോൾ മത്സരമുള്ള ഫീൽഡാണല്ലോ. ഒത്തിരി ഗുണ്ടായുസൊക്കെ കാണിച്ചാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചില അടിപിടിയും ബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഫീൽഡില്. അങ്ങനെ ഒരു ദിവസം ഞാൻ കൊപ്ര ഉണക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇരുട്ടത്തൊരു കാൽപെരുമാറ്റം. അപ്പൊ ഞാൻ ജാഗരൂകനായി. വേറെ ഗുണ്ടയായിരിക്കും. ഞാൻ പിന്നെ നോക്കി കഴിഞ്ഞപ്പോ ഇരുട്ടത്ത് രണ്ടുപേര്. ആരടാ എന്ന് ചോദിച്ചപ്പോ ഗുണ്ട സുധീഷ്, ഗുണ്ട രാഘവൻ. ഇമാർ രണ്ടുപേരും എന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരിക. തീർക്കാൻ വരുമായിരിക്കും. ഞാൻ ധൈര്യത്തിൽ ചോദിച്ചു, എന്താടാ എന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ഈ കൊപ്ര കുത്തണത് കണ്ടിട്ടില്ല, ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ അതിനെന്താ ഇപ്പൊ തന്നെ കാണിച്ചു തരാറുണ്ട്. കത്തി എടുത്ത് കൊപ്ര ഇങ്ങനെ ഒറ്റ കുത്തല, കത്തി തെന്നിരന്റെ ഒറ്റ കൊള്ളല്, ചോര എങ്ങനെയാണ് ചീറ്റണം, അഞ്ഞരി കളി ചോരയുടെ. അങ്ങനെ കൊപ്ര കുത്തിപ്പ് കൊണ്ടതാണോ കയ്യില്? അതെ. അപ്പൊ ഈ ഗുണ്ട സുധീഷും മറ്റവനും ഒക്കെയോ? ഗുണ്ട സുധീഷ് രക്തം കണ്ട വഴി ബോധം കെട്ട് അപ്പൊ തന്നെ വീണു. മറ്റവനാണെങ്കിൽ ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യേ എന്നും പറഞ്ഞിട്ട് കരച്ചിലോട് കരച്ചില്.